വിസ്ക വാമോസ് എന്ന് പറയുന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും അർജന്റീന ബാഴ്സലോണ ഫാൻസുകാരെ പ്രധാനമായിട്ടും നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ചാനൽ നമ്മൾ വെക്കുന്നത് ബാഴ്സലോണയുടെയും അർജന്റീനയുടെ വീഡിയോകൾ മാത്രം പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരുടെ കളിയെക്കുറിച്ചും അവരുടെ ട്രാൻസ്ഫറും അതേപോലെ തന്നെ വേൾഡ് കപ്പ് വിശേഷങ്ങളെ കുറിച്ചുമായിരിക്കും ഇനിയുള്ള വീഡിയോകൾ ഈ ഒരു ചാനലിൽ വരിക. അപ്പൊ എല്ലാവരും ഈ ചാനൽ നിങ്ങളുടെ ബാഴ്സ ഫാൻസിനും അതേപോലെ തന്നെ അർജന്റീന ഫാൻസിനും ഇതേപോലെ രണ്ടും എന്നെ പോലെ ബാഴ്സയും അർജന്റീന ആരാധിക്കുന്ന ഒരു ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. പരമാവധി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം. സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പിൽ ബാഴ്സലോണ അത്ലറ്റിക്കോ ബിൽബാവോയെ 5 ഗോളിന് അടിച്ച് തരിപ്പണമാക്കിയ കഥയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സൗദിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ തുടക്കം അത്ലറ്റിക്കോ ബിൽബാവോ ഒരു 2 മിനിറ്റിനുള്ളിൽ 3 കോർണറൊക്കെ വിൻ ചെയ്തപ്പോൾ ഒരു തീപ്പാറിയ മത്സരമായിരിക്കും എന്ന് വിചാരിച്ചു. ഒരു 10-15 മിനിറ്റ് അവർ നല്ല രീതിക്ക് കളിച്ചു, നല്ല പെർഫോമൻസ് എടുത്തു, നല്ല പ്രസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫെറാൻ ടോറസിന്റെ ഫസ്റ്റ് ഗോൾ വന്നതോടുകൂടി പിന്നെ അത്ലറ്റിക്കോ ബിൽബാവോ എന്താ ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയില്ല. ഡിഫൻസും ഇല്ല, അറ്റാക്കിങ്ങും ഇല്ല, മിഡും ഇല്ല, ആകെ തരിപ്പണായ ഒരവസ്ഥ. 16 മിനിറ്റുകൾക്കുള്ളിൽ പിന്നെ 4 ഗോളുകളാണ് സ്പെയിനിന്റെ നമ്പർ 1 ഗോൾ കീപ്പറായ അത്ലറ്റിക്കോ ബിൽബാവോയുടെ നമ്പർ 1 ഗോൾ കീപ്പറായ സിമോണിന്റെ ഗോൾ വലയിലേക്ക് അടിച്ച് കയറ്റി കൊടുത്തത്. വേൾഡ് കപ്പ് സ്ക്വാഡിൽ സ്പാനിഷിന്റെ നമ്പർ 1 ഗോൾ കീപ്പറാണ്. 2ാം സ്ഥാനത്തുള്ളത് റയാണ് ആഴ്സണലിന്റെ. 3ാം സ്ഥാനത്തുള്ളത്, 3ാമത്തെ ഗോൾ കീപ്പറായിട്ടുള്ളത് ചെൽസിയുടെ സാഞ്ചസ് ആണ്. അതുകൊണ്ട് മാത്രം ബാഴ്സലോണയുടെ ജോൺ ഗാസിയ എന്ന് പറയുന്ന കിഡിലൻ ഗോൾ കീപ്പർക്ക് അവസാന 5 മത്സരങ്ങൾ ക്ലീൻ ഷീറ്റാണ് ഈ ചങ്ങായി എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഗോൾ കീപ്പർ ഇമാതിരി പെർഫോമൻസ് ഫുൾ ഓഫ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇങ്ങനെ ഒരു ഗോൾ കീപ്പർക്ക് നാഷണൽ ടീമിൽ അവസരമില്ല എന്നുള്ള കാരണമാണ് ഈ ഒരു 3 ഗോൾ കീപ്പർമാർ. അത് 2 ഗോൾ കീപ്പർമാരുടെ കാര്യത്തിൽ ഞാൻ ഓക്കെയാണ്. പക്ഷേ ഈ സിമോണിന്റെ കാര്യത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും സ്പെയിനിന്റെ നാഷണൽ ടീമിന്റെ നമ്പർ 1 ഗോൾ കീപ്പർ ആയിട്ടിരിക്കുന്നത്? എന്താ പറഞ്ഞാൽ 1-2 കളിയിൽ ഈ ചങ്ങായി ഒരു മിസ്റ്റേക്ക് ഒന്നും എടുക്കാതിരുന്നിട്ടില്ല. ഇന്ന് ആ റൂണി ബൈജാന്റെ ഗോളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഫെറാനിലൂടെ തുടങ്ങി ഫെർമിൻ ലോപ്പസിലൂടെ റഫീനോട് 2 ഗോൾ സ്കോർ ചെയ്തിട്ട് റൂണി ബൈജാന്റെ ഇന്നത്തെ കിടിലൻ പെർഫോമൻസും 2 ഗോളും 1 അസിസ്റ്റും അടക്കം കിടിലൻ പെർഫോമൻസ് ആണ് റഫീൻ എടുത്തത്. റഫീനെ കഴിഞ്ഞ മത്സരത്തിൽ ഒന്ന് മങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട് റഫീനയുടെ പെർഫോമൻസ് മോശമായിരുന്നു. പക്ഷെ ചങ്ങായി തിരിച്ചു വന്നു. അങ്ങനെ ഒരു കളി കൊണ്ടൊന്നും ആശാനെ വിലയിരുത്താൻ വരട്ടെ. ഫെർമിൻ ആയിക്കോട്ടെ, പെഡ്രി ആയിക്കോട്ടെ, ഡീഷോൺ ആയിക്കോട്ടെ, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഡിഫൻസിൽ നോക്കി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ജോൺ ഗാസിയ എന്ന് പറയുന്ന ഗോൾ കീപ്പർ ഇന്നും ക്ലീൻ ഷീറ്റ് നേടിയിട്ടാണ് സൗദിയിൽ മടങ്ങിയത്. സെക്കൻഡ് ഹാഫിലാണ് റാഷ്ഫോർഡും യമാലൊക്കെ ഇറങ്ങിയതെന്നുള്ള കാര്യമാണ്. അങ്ങനെ കിട്ടിയൊരു പെർഫോമൻസ് 5 ഗോളിൽ നിർത്തിയതാന്ന് പറയാം ബാഴ്സലോണ. സെക്കൻഡ് ഹാഫ് ശരിക്കും ബോറടിച്ച് കളി കണ്ടത് തന്നെയാണ്. എന്താ പറഞ്ഞാൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ ബോൾ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിക്കായിരുന്നു. 1-2 ഗോൾ അവർ തിരിച്ചടിച്ചാണെങ്കിൽ ബാഴ്സ ഒന്നുകൂടെ കളി ഡേറ്റേക്കുണ്ടാവും. അൻസിഫിലേക്ക് പറഞ്ഞിട്ടുണ്ടാ മതി മക്കളെ, ഇങ്ങനെ കളിച്ചാൽ മതി, നിങ്ങൾ സെക്കൻഡ് ഹാഫിൽ വലിയ പരുക്കളും കാർഡൊന്നും വാങ്ങിക്കാതെ ഒഴിവാക്കുക, നമുക്ക് ഞായറാഴ്ച അത്ലറ്റിക്കോ മഡ്രിഡിനെയോ റയൽ മഡ്രിഡിനെയോ നേരിടേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ പറയാം ഏത് ടീമിനായിരിക്കും ബാഴ്സലോണയ്ക്കെതിരെ, റയൽ മഡ്രിഡാണോ അതോ അത്ലറ്റിക്കോ മഡ്രിഡാണോ എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എൻ്റെ ഒരു ആഗ്രഹത്തിൽ അത്ലറ്റിക്കോ മഡ്രിഡിനെ പരാജയപ്പെടുത്തിയിട്ട് റയൽ തന്നെ വരണം. എന്താ പറയുക, എൽ ക്ലാസിക്കോ കാണാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അത് ഒരിക്കലും കളഞ്ഞു കളിക്കരുത്. ഈ സീസണിൽ ആദ്യ എൽ ക്ലാസിക്കോ റയൽ മഡ്രിഡ് ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ 4 എൽ ക്ലാസിക്കോയും ബാഴ്സലോണ ജയിച്ച് റയലിനെ തരിപ്പണാക്കിയിട്ടാണ് ഈ സീസണിന് പകരം വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത എൽ ക്ലാസിക്കോ വരികയാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റയൽ ജയിക്കോ ബാഴ്സ ജയിക്കോ എന്നുള്ളത്. അതിനെന്തായാലും ഇന്നത്തെ കളി റയൽ ജയിച്ചിട്ട് വരണ്ടല്ലേ. അപ്പൊ അതിനായി കാത്തിരിക്കാം. ഇന്ന് നടക്കാൻ പോകുന്ന മാഡ്രിഡ് ഡെർബിയിൽ റയൽ മഡ്രിഡ് ആവോ അതോ അത്ലറ്റിക്കോ മഡ്രിഡ് ആയിരിക്കോ ബാഴ്സലോണ എതിരാളികൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അതേപോലെ തന്നെ ഇന്നലത്തെ ആ ഒരു മത്സരം കണ്ടപ്പോൾ എനിക്ക് ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടാണ് തോന്നിപ്പോയി. ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു 95% ബാഴ്സലോണയുടെ ഒരു ആരാധകരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ബാഴ്സലോണയുടെ ജേഴ്സി കഴിഞ്ഞാൽ പിന്നെ കന്തൂറ ഇട്ട ജേഴ്സിയാണ്. കന്തൂറ എന്ന് പറഞ്ഞാൽ സൗദി വംശകര്, അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ ലോക്കൽസ് ഇടുന്ന ഒരു ഡ്രസ്സാണ് വൈറ്റ്. അതും ഈ ബാഴ്സലോണയുടെ ജേഴ്സി ഉള്ളൂ. അത്ലറ്റിക്കോ ബിൽബാവിനെ ഏതൊക്കെയോ ഭാഗത്ത് ക്യാമറമാൻ കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5% ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ബാക്കി ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ട് പോലെ, ക്യാമ്പ് നൗ പോലെ ആ ഒരു ചിയറിങ്ങും അതേപോലെ അവിടുത്തെ ഒരു ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്തായാലും അത് കിട്ടിയല്ലേ പറ്റൂ. സ്റ്റാർട്ടിങ് തന്നെ 2 മിനിറ്റിനുള്ളിൽ തന്നെ 3 കോർണർ കിക്കുകളാണ് അത്ലറ്റിക്കോ ബിൽബാവോ കിട്ടിയത്. അത്ലറ്റിക്കോ ബിൽബാവോയുടെ കോച്ചായ വാൽവേർഡിക്ക് അറിയാം ബാഴ്സലോണയെ നന്നായിട്ട് അറിയാം. അവര് താളം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ 1-2 ഗോൾ സ്കോർ ചെയ്യണം, അതായിരുന്നു അവരുടെ ഇന്റൻഷനും. അവരതിനനുസരിച്ച് കളിച്ചു. ഫസ്റ്റ് ഹാഫിൽ തന്നെ തുടക്കം തന്നെ അവർ ഗംഭീര പ്രസിംഗ് ആയിരുന്നു തുടങ്ങിയത്. ഫസ്റ്റത്തെ ഒരു 15 മിനിറ്റ് അത്ലറ്റിക്കോ ബിൽബാവോ നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു തീപ്പാറിയ മത്സരം തന്നെ പ്രതീക്ഷിച്ച്.
എന്നാണ് ഫെറാനിലൂടെ ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ എന്താ കണ്ടെന്ന് പറഞ്ഞാൽ താളമില്ല, ഒന്നുമില്ലാതെ അത്ലറ്റിക്കോ ബിൽബാവ് ഡിഫൻസും പൊട്ടി, മിഡും ഇല്ല, അറ്റാക്കിങ്ങും ഇല്ലാതെ അങ്ങനെ എന്തോ പറയാ ആ ഒരു 16 മിനിറ്റിനുള്ളിൽ ചങ്ങായിമാര് അടിച്ച് കയറ്റല്ലേ ചെയ്ത്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫോടുകൂടി കളി തീർന്നു എന്നുള്ള സംഭവമാണ് ഇന്നത്തെ ബാഴ്സലോണ വിസസ് അത്ലറ്റിക്കോ ബിൽബാവ് കളിയെ കുറിച്ച് സൈലന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് കളി കൊണ്ട് ബോറടിച്ചു. സത്യം പറഞ്ഞാൽ ഈ പ്രാക്ടീസ് ചെയ്യില്ല. അതേപോലെ 80% പൊസിഷൻ നേടിയിട്ടുണ്ട് ബാഴ്സലോണ, 20% അവരുടെ പൊസിഷൻ കിട്ടിയിട്ടുണ്ടോ. എന്നിട്ടും 1-2 ചാൻസ് ഒക്കെ കിഡിലൻ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്ലറ്റിക്കോ ബിൽബാവോയ്ക്ക് 1-2 ഗോൾ സ്കോർ ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യമാലും അതേപോലെ തന്നെ ഓൽമോയും അങ്ങനെ റാഷ്ഫോർഡും എല്ലാവരും വന്നു. പക്ഷെ അവരുടേതായ രീതിക്ക് ഒന്ന് കളിച്ച് ഒന്ന് ശരീരമൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അവർ പോയി. എന്താ പറഞ്ഞാൽ ഹാൻസി ഫ്ലിക്ക് സെക്കൻഡ് ഹാഫിൽ പറഞ്ഞിട്ടുണ്ടാവും പരിക്കുകളൊന്നും ഇല്ലാതെ കാർഡുകളൊന്നും വാങ്ങിക്കാതെ നല്ല രീതിക്ക് കളി അവസാനിപ്പിക്കാം, ഇനി ഒരുപാട് ഗോൾ സ്കോർ ചെയ്യാൻ നിങ്ങളുടെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ 5 ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 8 ഗോളിൽ നിൽക്കുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് കളി അങ്ങോട്ട് എന്താ പറഞ്ഞാൽ അത്ലറ്റിക്കോ ബിൽബാവോ അറ്റാക്കിനും ശ്രമിക്കുന്നില്ല, ഡിഫൻസിനും ശ്രമിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്തായാലും കളി പോട്ടെ, ഇങ്ങനെ പോകുന്നവരെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ എമാലിനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സൗദിക്കാർക്കൊക്കെ ഒന്ന് എമാലിനെയൊക്കെ ഒന്ന് കാണണ്ട, അവരുടെ കളിയൊക്കെ ഒന്ന് കാണേണ്ടത് പറഞ്ഞിട്ട് എമാൽ ഇറങ്ങിയത് പിന്നെ 2-3 ക്രോസുകളാണ്. ഈ ഒരു ലെഫ്റ്റ് ഷൂട്ടിൽ നിന്ന് എടുക്കുന്ന ഒരു ക്രോസ് ഉണ്ട്, ചങ്ങായുടെ സ്പെഷ്യൽ ഐറ്റം. ഇത് കുറച്ചെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒക്കെ സിമിയോണ് കുറെ സേവ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. അപ്പൊ എന്തായാലും ഇന്ന് നടക്കാൻ പോകുന്ന റയൽ മഡ്രിഡ് വിസസ് അത്ലറ്റിക്കോ മഡ്രിഡിന്റെ മത്സരത്തിൽ മഡ്രിഡ് ഡെർബി, അതിൽ ആര് ജയിച്ചാലും ഒരു കിടിലൻ ഫൈനൽ തന്നെയാണ് 11-ാം തീയതി സൗദിക്കാരും കാത്തിരിക്കുന്നത്. ബാഴ്സലോണ ഇനി ആരാണ് എതിർ ടീം വരാൻ പോകുന്നത് അറിയില്ല. അപ്പൊ എന്തായാലും കാത്തിരിക്കാം. സ്പാനിഷ് സൂപ്പർ കപ്പ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം എടുത്തിരിക്കുന്നത് ബാഴ്സലോണയാണ്. റയൽ മഡ്രിഡ് ഉണ്ട്. നമ്മൾ 2016 മുതലുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ 2016 ബാഴ്സലോണ, 2015 റയൽ മഡ്രിഡ്, 2018-ലും 2019-ലും ബാഴ്സലോണ വിജയിച്ചപ്പോൾ 2020 റയൽ മഡ്രിഡ് വിജയിച്ചു. 21-ലാണ് അത്ലറ്റിക്കോ ബിൽബാവോ കപ്പെടുത്തത്. 22-ൽ റയൽ മഡ്രിഡ് വീണ്ടും എടുത്തു. 23-ൽ ബാഴ്സലോണ തിരികെ ആ ട്രോഫി നേടി. 2024-ൽ റയൽ മഡ്രിഡ് വീണ്ടും ട്രോഫി എടുത്തപ്പോൾ 2025-ൽ ബാഴ്സലോണയാണ് അവസാനമായിട്ട്. കഴിഞ്ഞ എൽ ക്ലാസിക്കോയിൽ എല്ലാവർക്കും അറിയാലോ, 4 എൽ ക്ലാസിക്കോ ഉണ്ടായിരുന്നു. 4ലും റയലിനെ തരിപ്പണാക്കിയിട്ടാണ് അവർ കഴിഞ്ഞ സീസൺ അവസാനിപ്പിച്ചത്. ഈ സീസൺ തുടങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് എൽ ക്ലാസിക്കോയിൽ റയൽ മഡ്രിഡ് വിജയിച്ചിട്ടുണ്ട്. അടുത്ത എൽ ക്ലാസിക്കോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ റയൽ മഡ്രിഡ് വിസസ് അത്ലറ്റിക്കോ മഡ്രിഡ് അതിൽ വിജയിച്ച് റയൽ മഡ്രിഡ് ഫൈനലിൽ എത്തുകയാണെങ്കിൽ ഈ സീസണിലെ 2ാമത്തെ ഒരു എൽ ക്ലാസിക്കോയ്ക്ക് വേദി ഒരുങ്ങുകയാണ് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്ത് നടക്കാൻ പോകുന്ന 2ാമത്തെ എൽ ക്ലാസിക്കോ. അപ്പൊ എന്തായാലും ഫുട്ബോൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു ഫൈനലിന് വേണ്ടിയിട്ടായിരിക്കും, ആ എൽ ക്ലാസിക്കോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അത്ലറ്റിക്കോ മഡ്രിഡ് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഇത്ര വാശിയും വൈരാഗ്യം ഉണ്ടാവും എന്നറിയില്ല. അത് ഉണ്ടാവില്ല ഒരിക്കലും. എന്താ പറഞ്ഞാൽ റയൽ മഡ്രിഡും ബാഴ്സലോണയും വരുന്ന സമയത്ത് അത് ലോകത്തെ രണ്ടായിട്ട് വിഭജിക്കുന്ന, ഫുട്ബോൾ ലോകത്തെ രണ്ടായി വിഭജിക്കുന്ന, അതിപ്പോ ഏത് ഫാൻസ് ആയിരിക്കും, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫാൻസ് ഉണ്ടാവും, അതേപോലെ ഇറ്റാലിയൻ ലീഗും അതേപോലെ ഫ്രഞ്ച് ലീഗ്, അങ്ങനെ ഒരുപാടുണ്ടാവും. ഇതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും ഈ ഒരു കളി വരുമ്പോൾ റയൽ മഡ്രിഡിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ പ്ലേയേഴ്സ് ഉണ്ടാവും, കുറെ ഫാൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ ബാഴ്സലോണയെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ഫാൻസ് ഉണ്ടാവും. അപ്പൊ എന്തായാലും തീ പാറിയ ഒരു മത്സരം തന്നെയാണ്. അപ്പൊ ഇന്നത്തെ കളിയിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ റഫീനയുടെ പെർഫോമൻസ് കിട്ടുന്നുണ്ടായിരുന്നു. റഫീന 2 ഗോളും 1 അസിസ്റ്റ് നേടിയിട്ടുണ്ട്. ഫെറാന്റെ പെർഫോമൻസ്, അതുപോലെ ഫെർമിന്റെ പെർഫോമൻസ്, ലെവൻഡോസ്കി ഒക്കെ അവിടെ ബെഞ്ചിൽ ഇരുത്തിയിരിക്കുകയാണ്. ഫെറാന് ഈ സീസണിൽ 14 ഗോൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഫെർമിന് ഈ സീസണിൽ 8 ഗോൾ അങ്ങനെ സ്കോർ ചെയ്ത് കഴിഞ്ഞു. മൊത്തം ഗോൾ ആൻഡ് അസിസ്റ്റ് 14 അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും റൂണി ബൈജാന് കിട്ടിയ ചാൻസ് ചങ്ങായി മുതലെടുത്തു. നല്ല വിങ്ങുകളിലൂടെ ഫസ്റ്റ് എനിക്ക് തോന്നിയ ഒരു 10-15 മിനിറ്റ് കണ്ടപ്പോൾ യമാൽ ഉണ്ടായിരുന്നെങ്കിൽ ചുരുങ്ങിയത് 1-2 പ്ലേയേഴ്സ് യമാലിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി വരും. ആ സമയത്ത് റഫീനിയും മറ്റുള്ളവർക്ക് ഫ്രീ ആയി കളിക്കാൻ പറ്റുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നതോടുകൂടി കളിയൊക്കെ മാറാൻ കിടക്കും. അത് ഫെറാന്റെ ഒരു കിടിലൻ ഗോളിലൂടെയാണ്. അതിനുശേഷം ഫെർമിൻ ഗോൾ അടിക്കുന്നത്, അതിനുശേഷം റഫീനെ ഗോൾ അടിക്കുന്നത്, അതിനുശേഷം റൂണി ഒരു കിടിലൻ ഗോൾ കീപ്പർ അടി കൂടെ താങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങി റഫീനിയ കിടിലൻ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കളി പിന്നെ മന്ദഗതിയിലാക്കി, കളിയൊക്കെ സ്ലോ ആക്കി, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഡിഫൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഗംഭീര ഡിഫൻസ് ആണ് ഇന്ന് ബാഴ്സലോണയുടെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ. എറിക് ഗ്രാസിയും അതേപോലെ തന്നെ കുബാർസിയാണ് സെൻട്രൽ ഉണ്ടായിരുന്നത്, ബാൽഡിയും കുണ്ടയും ലെഫ്റ്റ് റൈറ്റ് ഉണ്ടായിരുന്നത്. നമ്മൾ സെൻട്രൽ മിഡ്ഫീൽഡ് കളിക്കുന്ന 3 പേര് എന്ന് പറഞ്ഞാൽ ഡിജോണും ഫെർമിനും പെഡ്രി ഉണ്ടായിരുന്നു. പെഡ്രിയുടെയൊക്കെ ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. ഓരോ പാസുകളും കാര്യങ്ങളൊക്കെ കാണും നിങ്ങൾ, ഗംഭീരമായിരുന്നു. അപ്പോൾ കളി കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നാളെ മുതൽ ഇനിയിപ്പോൾ ഇതിന്റെ റീലുകളായിരിക്കും സൗദി അറേബ്യയിൽ നിന്ന് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ ഇങ്ങനെ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും. എന്താ പറഞ്ഞാൽ അവിടെ ഒരുപാട് മലയാളികൾ, നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് പോയി കളി കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നാളെ ആ വീഡിയോകളൊക്കെ കാണാൻ പറ്റും. നമുക്കപ്പോൾ ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് കിടക്കാം.
നമുക്ക് ഇവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 14 ഷോട്ടുകളാണ് ബാഴ്സലോണ എടുത്തിട്ടുള്ളത്. അതിൽ 9 എണ്ണം ഓൺ ടാർജറ്റിലേക്ക് ഉണ്ട്. അത്ലറ്റികോ ബിൽബാവോ ആണെങ്കിൽ 9 ഷോട്ടുകൾ എടുത്തതിൽ 4 മാത്രമാണ് ഓൺ ടാർജറ്റിലേക്ക് വന്നത്. 80% പൊസിഷൻ ഉണ്ടായിരുന്നത് ബാഴ്സലോണയ്ക്ക്, 20% മാത്രമാണ് അത്ലറ്റികോ ബിൽബാവോയ്ക്ക് ഉണ്ടായിരുന്നത്. എന്താ പറയുക, സെക്കൻഡ് ഹാഫിൽ പിന്നെ ബാഴ്സന്റെ കയറ്റിനായിരുന്നു ഗോൾ കൊടുത്തിട്ടില്ല. കിട്ടിയ അവസരങ്ങളൊക്കെ 1-2 അവസരങ്ങളെ കിട്ടി, അത് അവർക്ക് മുതലാക്കാനും പറ്റില്ല. അതേപോലെ 6 ഫൗൾ കമ്മിറ്റ് ചെയ്തപ്പോൾ ഇവിടെ 7 ഫൗൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 2 എണ്ണം ബാഴ്സലോണ ഭാഗത്തുണ്ടായപ്പോൾ 6 ഓഫ് സൈഡ് അവിടെ അത്ലറ്റികോ ബിൽബാവോ ഉണ്ടായിരുന്നു. 5 കോർണേഴ്സ് 2 ടീം വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ട് എന്നുള്ള മത്സരങ്ങളിലൊന്നും അത്ലറ്റികോ ബിൽബാവോയ്ക്ക് ബാഴ്സലോണയുടെ മേലെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാത്തിരിക്കുന്നതിന് എൽ ക്ലാസിക്കോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ മത്സരം കഴിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.